നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ അഭിപ്രായങ്ങളും തർക്കങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്. കുറച്ച് ദിവസങ്ങളല്ല, അതെ, എൻ വാസു പിടിയിലായതോടുകൂടി കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. CPM പ്രതിരോധത്തിലാണ് എന്നുള്ളത്. മാപ്രകളെല്ലാം എഴുതി പൊലിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ചാനൽ ചർച്ചകളിൽ അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ചില വലതുപക്ഷ മാധ്യമങ്ങളാണ് അതിന് കൂടുതലായി വളമേകി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷത്തിലുള്ള MLA മാരും, എന്തിനേറെ പറയാൻ ചില പൊട്ട നേതാക്കന്മാർ വരെ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് CPM പ്രതിരോധത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താണ്? പത്മകുമാർ കൂടി പിടിയിലായിരിക്കുന്നു, അറസ്റ്റിലായിരിക്കുന്നു. പത്മകുമാറിനെ ചോദ്യം ചെയ്തു, പിന്നീട് അദ്ദേഹം തെറ്റുകാരനാണെന്ന് കാണുന്നു, അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ CPM പ്രതിരോധത്തിലാണോ? ഈ പത്മകുമാർ പിടിയിലായതോടുകൂടി CPM പ്രതിരോധത്തിലാകുന്നതേയില്ല. CPM ഒരിക്കൽ പോലും ഈ ഒരു കാര്യത്തിൽ പ്രതിരോധത്തിലാവാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ CPM-ൻ്റെ പോക്കുകളും കണക്കുകളും എല്ലാം വളരെ കൃത്യമായിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുവാൻ CPM പ്രവർത്തകരായിട്ടുള്ള, CPM-ൻ്റെ വിശ്വാസികളായിട്ടുള്ള മുഖ്യമന്ത്രിയോ, അതല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയോ, അതുമല്ലെന്നുണ്ടെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനോ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തോ, അങ്ങനെ ആരെങ്കിലും, ഒന്നും പോട്ടെ, നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി നമ്മുടെ ഗോവിന്ദ മാഷോ, ആരെങ്കിലും ഇടപെട്ടിരുന്നോ? ഇല്ല. അന്നും ഇന്നും CPM എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. അന്വേഷണത്തിൽ തെറ്റ് ചെയ്തവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അതിന് പറയുന്ന ഒരു കറക്റ്റായിട്ട് പറഞ്ഞാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് തന്നെയായിരുന്നു CPM-ൻ്റെ സ്റ്റാൻഡ്. ഒരു ഘട്ടത്തിൽ പോലും CPM അന്വേഷണത്തിൽ ഇടപെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പത്മകുമാർ കൂടി പിടിയിലായതോടുകൂടി അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് UDF. അതുവരെ UDF-നും BJP-ക്കും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണം ഇക്കാര്യത്തിൽ എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. പത്മകുമാർ പിടിയിലായി കഴിഞ്ഞപ്പോൾ എന്തേ നിങ്ങൾ ആ നിലപാട് മാറ്റി? ഇനി CBI അന്വേഷിക്കണ്ടേ? ED അന്വേഷിക്കണ്ടേ? അങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികൾ ആരും എന്തുകൊണ്ട് ഇത് അന്വേഷിക്കേണ്ട? എന്തുകൊണ്ട് നിങ്ങൾ നിലപാട് മാറ്റി? ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്കില്ലാതിരുന്ന തൃപ്തി ഇത്ര പെട്ടെന്ന് അങ്ങനെയാണ് അന്വേഷണ കാര്യത്തിൽ ഉണ്ടായത്? സ്വാഭാവികം. CPM-ൽ നിന്നുള്ള ഒരാൾ പിടിയിലായപ്പോഴല്ലേ ഇങ്ങനെയൊരു തോന്നലുണ്ടായത്? അപ്പോഴും CPM ആരെങ്കിലും പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചിരുന്നോ? ഇല്ല. അതേസമയം കോൺഗ്രസ്സുകാരായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ, അല്ലെങ്കിൽ UDF-ൻ്റെ സർക്കാരായിരുന്നു ഭരണത്തിലിരുന്നതെങ്കിലോ തീർച്ചയായും കുറ്റക്കാരെ സംരക്ഷിച്ച് പിടിക്കുക തന്നെ ചെയ്തിരുന്നിരിക്കും. ഉദാഹരണമുണ്ടെന്നേ. VS ജയകുമാർ എന്ന് പറയുന്ന ഒരാൾ, അവിടെ ഉണ്ടായിരുന്ന ദേവസ്വം കമ്മീഷണറായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം കോടിക്കണക്കിന് രൂപ, ഏകദേശം 1,87,00,000 രൂപയുടെ പാത്രക്കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പാത്രക്കച്ചവടം നടത്തിയത് കൃത്യമായി പിടിക്കപ്പെട്ടു. ഈ പിടിക്കപ്പെട്ട് പുള്ളിക്കെതിരെ ശിക്ഷാ നടപടിയൊക്കെ ഉണ്ടാകുമെന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി ആയിരുന്ന അജയ് തറാലും ചേർന്നിട്ട് നടത്തിയ പരിപാടി എന്താ? പെട്ടെന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി അവധിയിൽ പ്രവേശിച്ചോളാൻ പറഞ്ഞു. നിർബന്ധിതമായി അവധിയിൽ പ്രവേശിപ്പിക്കുക. അങ്ങനെ സംരക്ഷിച്ച് പിടിച്ചിട്ടുണ്ട് ആര്? കോൺഗ്രസ്സുകാർ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന VS ജയകുമാർ എന്ന് പറയുന്ന ആള് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാറിൻ്റെ സഹോദരനായതുകൊണ്ട് അങ്ങനെ ഒരു ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആര്? ഈ പറയുന്ന UDF-ൻ്റെ സർക്കാർ. എന്നാൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CPM കുറ്റവാളികളെ സംരക്ഷിച്ച് പിടിക്കുന്ന ഒരു നിലപാട് എടുത്തിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ധീരജിനെ കൊലപ്പെടുത്തിയ സമയത്ത് ഈ നിഖിൽ പൈലിയെ എടുത്ത് വാഴ്ത്തുകയും അവന് മാലയിട്ട് ആനയും അമ്പാരിയും കൊട്ടും മേളവുമായി ക്ഷണിച്ച് ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു കോൺഗ്രസ്സുകാരെ നമുക്ക് കാണാം. അവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോയി പങ്കെടുത്ത് വിജയശ്രീ ലാളിതനായി വരുന്ന ഒരുത്തിനൊന്നും അല്ലായിരുന്നു. SFI-കാരനായ ഒരു കോളേജ് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നതിൻ്റെ പുറത്ത് അകത്ത് പോയ ഒരുത്തനായിരുന്നു അവൻ. ആ നിഖിൽ പൈലിയെ കൊണ്ടുവരുന്നത് ആനയും അമ്പാരിയും കൊട്ടും മേളവും ഒക്കെ ആയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കുറ്റക്കാരെ ഏതൊരു കാലഘട്ടത്തിലും സംരക്ഷിച്ച് പിടിച്ചിട്ടുള്ളത്, കുറ്റക്കാരെയും കള്ളന്മാരെയും സംരക്ഷിച്ച് പിടിച്ചിട്ടുള്ളത് ആരായിരുന്നു? ഇതേ പാർട്ടി തന്നെയായിരുന്നു. കോൺഗ്രസ് അല്ലെങ്കിൽ UDF-ൻ്റെ ഭരണകർത്താക്കൾ തന്നെയായിരുന്നു. ഐസ്ക്രീം കേസ് വന്ന സമയത്തും ആ ഐസ്ക്രീം തിന്നുകൊണ്ട് നടന്ന കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിച്ച് പിടിച്ചതും അതേ മന്ത്രിസഭ തന്നെയായിരുന്നു. അപ്പോൾ ഏതൊരു അഴിമതിയെയും പൊന്നുപോലെ കൊണ്ടു നടക്കാൻ കഴിവുള്ള ഒരു മന്ത്രിസഭ തന്നെയായിരുന്നു UDF ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ബാർക്കോഴ ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഓർക്കണം. സോളാർ അഴിമതി ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഓർക്കണം. അന്ന് ആ യുവതി, അതായത് പരാതിക്കാരി പറഞ്ഞിട്ടുള്ള പേരുകളിലെല്ലാം ഈ കേരളത്തിലെ കോൺഗ്രസിലെ പാർട്ടിയിലെ എല്ലാവരും ഉൾപ്പെട്ടിരുന്നു എന്നുള്ള വിവരവും നമ്മൾ ഓർക്കണം. ഇതെല്ലാം ഉണ്ടായത്
ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആർ ബാലകൃഷ്ണപിള്ള ജയിലിലാകുകയും വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുകയും ചെയ്ത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. ഇതെല്ലാം UDFന്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏതൊരു കുറ്റമുണ്ടായിരുന്നാലും അവിടെ ഉണ്ടാകുന്ന കുറ്റവാളികളെ സംരക്ഷിച്ച് പിടിക്കുന്ന ഒരു ചരിത്രമുള്ളത് എല്ലാ കാലത്തും UDFന് തന്നെയായിരുന്നു. നാളിന്നോളം അങ്ങനെ തന്നെയായിരുന്നു. അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതേസമയം CPMന്റെ ചരിത്രത്തിൽ അങ്ങനെയില്ല. ഏറ്റവും ഒടുവിലുള്ളത് നമ്മൾ EP ജയരാജനെ പോലും ഒരു കേസ് വന്നപ്പോൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞ ഒരു പാർട്ടി CPM ആണ്. അങ്ങനെ അതിനുള്ള ഒരു ചങ്കൂറ്റം എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ? UDF കാണിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. അങ്ങനെ ഒരു ചങ്കൂറ്റം ഒരിക്കൽ പോലും UDFന്റെയോ കോൺഗ്രസിന്റെയോ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പത്മകുമാർ കുറ്റക്കാരനാണ്, പത്മകുമാറിനെ മാറ്റിയിരിക്കുമെന്നേ. ആ സ്ഥാനത്ത് ഇനിയും പത്മകുമാർ തുടരേണ്ട ആവശ്യമില്ല. അതിനുള്ള ധാർമ്മികമായ യോഗ്യത പത്മകുമാറിനില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രതിരോധത്തിലുമല്ല, പാർട്ടിക്ക് യാതൊരു പ്രതിസന്ധിയില്ല. കാര്യം എന്താണ്? പാർട്ടിക്കകത്ത് തമ്മിത്തല്ല് നടക്കുന്നില്ല, പാർട്ടിക്കകത്ത് സീറ്റിന് വേണ്ടി തർക്കം നടക്കുന്നില്ല, ആരും രാജിവെക്കുന്നില്ല, പേയ്മെൻറ്റ് സീറ്റുകൾ കൊടുക്കുന്നില്ല. ഇതൊന്നും CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നടക്കുന്നില്ല. ഇതെല്ലാം നടക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണ്. നിരവധിയായ അക്രമങ്ങൾ, പലയിടത്തും 500-ലധികം ആളുകൾ പോലും രാജിവെക്കുന്ന ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് പാർട്ടി പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായും പ്രതിരോധത്തിലുമാകുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെയല്ലേ? പിന്നെ എങ്ങനെയാണ് CPM അതിനകത്ത് പ്രതിരോധത്തിലാകുന്നത്? ഒരു ഘട്ടത്തിലും ആയിട്ടില്ല. PJ ജോസഫിനെതിരെ നടപടി എടുത്തിട്ടില്ലേ? മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് വിവാദം നമുക്ക് ഓർമ്മയുള്ളതാണ്. അന്ന് നടപടിയെടുത്തത് ആരായിരുന്നു? അന്നും പാർട്ടി തന്നെ നടപടിയെടുത്തില്ലേ? പിന്നീട് അതിനുശേഷം AK ശശീന്ദ്രനെതിരായി ഒരു ആരോപണം ഉയർന്നു വന്ന സമയത്ത് അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് തെളിയും വരെയൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞൊരു പാർട്ടി CPM തന്നെയല്ലേ? പിന്നീട് അതോടൊപ്പം തന്നെ നമുക്ക് എത്രയോ പേരുകളെടുത്ത്, എത്രയോ മന്ത്രിമാരുടെ പേരുകളടക്കം, സജി ചെറിയാനെ അടക്കം വിമർശിക്കുകയും സജി ചെറിയാനോട് മന്ത്രിസ്ഥാനം മാറി നിൽക്കാൻ പറയുകയും ചെയ്തത് നമ്മൾ കേട്ടതല്ലേ? അപ്പം ഏതൊരു കാലഘട്ടത്തിലും CPM അഴിമതിക്ക് എതിരായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വളരെ വസ്തുനിഷ്ഠമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പത്മകുമാറിനെതിരായും പാർട്ടി കൃത്യമായ നിലപാടൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണമെന്നേ ഇവരൊക്കെ. സർക്കാരിനെ വഞ്ചിക്കുന്ന തരത്തിലുള്ള, സർക്കാരിനെതിരായ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഏതൊരാളും പാർട്ടിക്ക് എത്ര വേണ്ടപ്പെട്ടവനാണെങ്കിലും പുറത്തിരിക്കേണ്ട മുതൽ തന്നെയാണ്. അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. CPM അതുകൊണ്ട് പ്രതിരോധത്തിലൊന്നും ആവുന്നൊന്നുമില്ല. CPM എപ്പോഴും ഈ പറയുന്ന പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൻ്റെ പുറത്ത് രാജിവെക്കുന്ന ഒരു പൊട്ടൻ മുഖ്യമന്ത്രി അല്ല ഇന്നുള്ളത്. ഏതൊരു കാര്യത്തിനെയും വളരെ കർക്കശ നിലപാടോടുകൂടി മാത്രം മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അതിശക്തനായൊരു മുഖ്യമന്ത്രി തന്നെയാണ് ഇന്ന് കേരളത്തിനുള്ളത്. പണ്ടുണ്ടായിരുന്ന AK ആന്റണിയാണ് പിന്നെ ദുർബലനായ പൊട്ടനായ ഒരു മുഖ്യമന്ത്രി. അഴിമതിക്കറകളൊന്നും ഇല്ല, കാര്യം ശരി തന്നെയാണ്. പക്ഷെ ഇത്രയും പൊട്ടനായ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലായിരുന്നു. കാരണം എന്താ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിന് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അത്തരത്തിലുള്ള പ്രഷറുകളൊന്നും താങ്ങാൻ പറ്റാത്തതിന് എന്തിന് ഈ സ്ഥാനം ഏറ്റെടുക്കണം? ജനങ്ങളെ പറ്റിക്കണം. അപ്പോൾ അങ്ങനെ പറ്റിക്കാതെയും എല്ലാം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ള ഒരാൾ തന്നെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത്. അതോടൊപ്പം പാർട്ടി പ്രതിരോധത്തിലാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ അക്ഷരാർത്ഥത്തിൽ പാർട്ടി പ്രതിരോധത്തിലല്ല. CPM ഒരിക്കലും പ്രതിരോധത്തിലാകുന്നൊരു പാർട്ടിയല്ല. വളരെ കൃത്യമായ നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ് CPM എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ മുഖ്യമന്ത്രി എന്താണ് മൗനം പാലിച്ചിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. എന്തിന് മുഖ്യമന്ത്രി മിണ്ടണം? എന്തിനാണ് മുഖ്യമന്ത്രി മിണ്ടുന്നത്? മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് വളരെ ക്രിസ്പായി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും മുഖ്യമന്ത്രി എന്ത് പറയാനാ? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും, അയ്യോ പോയേ പത്മകുമാർ പോയേ എന്ന് വിളിച്ച് പറയണോ മിസ്റ്റർ VD സതീശൻ? അങ്ങനെ പറയണോ? അതാണോ VD സതീശൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ ആവശ്യമില്ല. അന്വേഷണത്തിനെ പൂർണ്ണ മനസ്സോടുകൂടി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണം വളരെ കൃത്യമായി കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും, നേരത്തെ സൂചിപ്പിച്ച പോലെ, ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന സർക്കാരിൻ്റെ ഒരു ഇടപെടലും അന്വേഷണ ഏജൻസിക്ക് മേൽ ഉണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിൽ പിന്നെ മുഖ്യമന്ത്രി എന്ത് പറയാനാണ്? അപ്പം മുഖ്യമന്ത്രി മൗനമായിരിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങോട്ട് സൂചിക്കുന്നില്ല. പിന്നെ നാഴികയ്ക്ക് 40 വട്ടം VD സതീശനെ പോലെ മുട്ടിന് പത്രക്കാരെ കണ്ട് തോന്നിയതുപോലെ വിളിച്ചു പറയണമെന്നാണോ? VD സതീശൻ എപ്പോഴും പറയും എൻ്റെ തെളിവുണ്ട്, ഞങ്ങളുടെ പക്കൽ തെളിവുണ്ട്. കൊണ്ടുപോയി സമർപ്പിക്കുന്നേ തെളിവുകൾ, കൊണ്ടുപോയി സമർപ്പിക്കുക. ഈ തെളിവുകളുമായിട്ടല്ലേ ഹൈക്കോടതി വരെ പോയത്? 2 കേസിൽ AI ക്യാമറയും K-ഫോൺ കേസുമായിട്ട് പോയിരുന്നല്ലോ, ഓർമ്മയില്ലേ? ഈ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന തെളിവുമായിട്ട് തന്നെയല്ലേ പോയത്? അന്നേരം കോടതി എന്താ പറഞ്ഞത്? പോയി വേറെ പണി നോക്കാൻ ഇല്ലേ? നിങ്ങളുടെ ഇതെന്ത് തെളിവ്? ഒരു തെളിവില്ലാതെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. കോടതി തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണോ അതോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ എന്ന് കൃത്യമായി കോടതി ചോദിക്കുകയും ചെയ്തു ഇതേ പറയുന്ന പ്രതിപക്ഷ നേതാവിനോട്. മുക്കിന് പത്രസമ്മേളനം നടത്തി സ്വന്തം വില കളയുകയാണ്, മണ്ടത്തരം വിളിച്ചു പറയുക, കള്ളത്തരം പ്രചരിപ്പിക്കുക.
അല്ലേ? എൻ്റെ ഈ തെളിവുണ്ടെന്ന്, എല്ലാത്തിനും എൻ്റെ ഈ തെളിവുണ്ട്, എങ്കിൽ തെളിവ് സമർപ്പിക്കുന്നേ, കോടതി പോന്നേ. കോടതി പോയി സർക്കാരിനെ, ആ കോടതിയിൽ അല്ലെങ്കിൽ കോടതി പോയി കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ, സർക്കാരിനെതിരെ നടപടി എടുക്കാൻ പറ്റുമല്ലോ, അന്വേഷണം കോടതിയുടെ നിലപാടിൽ തന്നെ അന്വേഷണം പോവുമല്ലോ, കോടതിയുടെ മേൽനോട്ടത്തിൽ പോവുമല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതിനൊന്നും കഴിയാതെ പോകുന്നത് വി.ഡി. സതീശന്? അപ്പോൾ അതൊന്നും ഇല്ല, യാതൊരു തെളിവുകളും ഇല്ല, ഒരു അരക്കഴഞ്ച് തെളിവുണ്ടാവില്ല വി.ഡി. സതീശൻ്റെ കയ്യിൽ. അതുകൊണ്ടാണല്ലോ ഈ കിടന്ന് പറയുന്നത് എൻ്റെ തെളിവുണ്ട്, എൻ്റെ തെളിവുണ്ടെന്ന്. ഇനിയിപ്പോൾ കടകംപള്ളിയെ കൊടുക്കാനുള്ള തെളിവുണ്ട്, കൊണ്ടുവന്ന് SITയുടെ കൈ കൊടുക്കുന്നത്, ഏതാണ്ട് ഇതാണ് തെളിവ് കടകംപള്ളിക്കെതിരായിട്ടുള്ളത്, കടകംപള്ളി അറസ്റ്റ് ചെയ്യൂ എന്ന് പറയാമല്ലോ. എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ ഇതൊന്നും പറയാൻ പറ്റില്ല വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ധൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന യാതൊരു തെളിവുകളും ഇല്ല വി.ഡി. സതീശൻ്റെ പക്കൽ. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് അതിനകത്ത് വരുന്ന അതുകൊണ്ട് എന്നിട്ടും പറയുകയാണ് CPM ഇവിടെ പ്രതിരോധത്തിലായിന്ന്. CPM ഒരിക്കലും പ്രതിരോധത്തിലാകില്ല, അങ്ങനെ ആകാനുള്ള സാഹചര്യവും നിലവിലില്ല. അതിന് വരട്ടെ. എന്നിട്ട് VN വാസവൻ അതിനകത്ത് രാജിവെക്കണം. VN വാസവൻ കുറ്റക്കാരനാണ്, VM വാസവനെ അറസ്റ്റ് ചെയ്യണം. എന്തിനാ VM വാസവനെ അറസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ എന്തെങ്കിലും വി.ഡി. സതീശൻ്റെയോ K മുരളീധരൻ്റെയോ ഈ പറയുന്ന ഏതെങ്കിലും നേതാക്കന്മാരുടെ പക്കലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കിയിട്ട് എന്നിട്ട് VM വാസവനെ അറസ്റ്റ് ചെയ്യിക്കൂ, PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യിക്കൂ. എന്തിന് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ K ജയകുമാർ IAS അദ്ദേഹത്തെ നിങ്ങൾ അറസ്റ്റ് ചെയ്യിക്കൂ. അപ്പോൾ ഇതിനൊന്നും പറ്റില്ല. നിങ്ങൾ വെറുതെ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലും വിവരക്കേട് എഴുന്നള്ളിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ജനോപകാരപ്രദമായ ഒരു കാര്യത്തിനും വി.ഡി. സതീശനോ ഇപ്പം നിലവിലുള്ള ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്കോ കഴിയത്തില്ല. ഇപ്പോൾ ഇരുട്ട് കണ്ട് ഓട്ടയടയ്ക്കുന്ന പരിപാടിയാണ് ശരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നു. നിങ്ങളെന്തോ വലിയ സംഭവമാണെന്നും നിങ്ങളുടെ ഈ തെളിവുകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും എക്കാലവും വിലപ്പോകുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് പിന്നെ എല്ലാ പ്രവർത്തകർക്കും, എല്ലാ പാർട്ടിക്കാർക്കും, അതോടൊപ്പം CPMകാർക്കും അടക്കം ജനങ്ങൾക്കും അറിയാം, ഈ CPM ഒരിക്കലും പ്രതിരോധത്തിലാകുന്ന ഒരു പാർട്ടിയല്ല. കൃത്യമായ നിലപാട് അല്ലെങ്കിൽ കൃത്യമായ നടപടി, അച്ചടക്ക നടപടി അടക്കമുള്ള കാര്യങ്ങൾ CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ തന്നെയാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസവും. അല്ലാതെ വി.ഡി. സതീശനല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.